കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനിയിപ്പോ ജയിലിലേക്ക് പോയ അമ്മയെ കോടതി വിധി വരുന്നതുവരെയൊന്നും തിരിച്ചു വിളിക്കാൻ പറ്റില്ല. അതേപ്പറ്റി ഓർത്ത് മനസ്സ് വിഷമിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് പുറത്തേക്ക് പോവാം. സമയത്തിന് വലിയ വിലയുണ്ട്. അല്ല, തനിക്ക് തന്റെ വീടുൾപ്പെടെ പലയിടത്തും പോകണമെന്ന് ആഗ്രഹമില്ലേ? നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് വരുമെന്ന് ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അമ്മയെ വിട്ടിട്ട് വരുമ്പോ ഇക്ബാൽ ഡോക്ടറിനെ വിളിച്ചിരുന്നു. ദീപയുടെ മനസ്സിപ്പോ മരവിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് റിലീഫ് കൊടുക്കണമെന്നും പറഞ്ഞു. താൻ ഏതായാലും റെഡിയാക്കോ, പുറത്തൊക്കെ ഒന്ന് പോവാം. ഇന്ന് വേണ്ടല്ലോ അല്ലേട്ടാ. ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. ഹരിയേട്ടനോ എനിക്കൊക്കെ അമ്മ ഒരു കണ്ണീരായി തന്നെ നിൽക്കുക. ആ സമയത്ത് ഹരിയേട്ടൻ ഇക്ബാൽ ഡോക്ടർ പറഞ്ഞതുപോലെ സംസാരിച്ചത്. അമ്മ ജയിലിലേക്ക് പോയതിനേക്കാളും എല്ലാവരും സങ്കടപ്പെടുന്നത് തന്റെ അവസ്ഥ ഓർത്തിട്ടാ. എവിടേക്കാ പോകുന്നേ? പുറത്തു പോകാൻ ഒരുപാട് സ്ഥലങ്ങളില്ലേ. ഇനിയിപ്പോ നേരം വൈകി വീട്ടിലെത്തിയാലും ചോദിക്കാൻ ആരുമില്ലല്ലോ. അമ്മ അങ്ങോട്ട് പോയപ്പോ തന്നെ എന്നെയും കൊണ്ട് ലാലേട്ടൻ പുറത്തു പോയിന്ന് ചാരുവോ ഹേമേച്ചിയോ അമ്മയോട് പോയി പറഞ്ഞാലോ? ഓ, അവരെക്കാൾ മുന്നേ അമ്മയുടെ കാതിൽ ഓരോന്ന് എത്തിച്ചു കൊടുക്കുന്നത് എന്റെ അളിയനാ. അതിപ്പോ നമ്മൾ പുറത്തു പോയാലും ഇല്ലെങ്കിലും വെറുതെ ഓരോരോ കഥകൾ ഉണ്ടാക്കി പറയും. അതുകൊണ്ട് അതേപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ കുളിച്ച് ഫ്രഷായി വരാം. താൻ ഒരുങ്ങി നിൽക്ക. രാവിലെ അമ്മയെ കൊണ്ടുപോയപ്പോ ഒന്ന് കുളിച്ചതാ. എങ്കിലും യാത്ര പറഞ്ഞ് വീണ്ടും ജയിലിലേക്ക് പോയപ്പോ അറിയാതെ കരഞ്ഞുപോയി. ഇനി തലയൊന്ന് തണുപ്പിക്കണം. നീയായിരുന്നോ? ഞാൻ മാത്രല്ല, കൂടെ മറ്റൊരാളും കൂടിയുണ്ട്. വാ. ദീപേ, കല്യാണ ഫോട്ടോ കണ്ടു. പക്ഷെ കല്യാണ പെണ്ണിനെ ഇതുവരെ കാണാൻ പറ്റിയില്ല. വാ മോളെ. വാ. അമ്മായിയമ്മ ജയിലിലേക്ക് പോയപ്പോ മരുമോള് പുറത്തു ചാടി. ഇവിടെ വരണമെന്നും ഏട്ടനെ ഏട്ടത്തെയും ഏട്ടത്തിയുടെ അമ്മയൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. അല്ലാതെ പുറത്ത് ചുറ്റാൻ പോണെന്നൊന്നും ഞാൻ ലാലേട്ടനോട് പറഞ്ഞിട്ടില്ല. ദേ, കിട്ടിയ ചാൻസ് മുതലാക്കിക്കോണം. അമ്മയെ അമിതമായി സ്നേഹിക്കുന്ന ആൺമക്കള് രണ്ടാളും കൂടി മിക്കവാറും ഉടനെ തന്നെ അമ്മയെ പുറത്തിറക്കും. അങ്ങനെ സ്ഥിരമായിട്ട് അമ്മ പുറത്തിറങ്ങി കഴിഞ്ഞാ പിന്നെ അകത്തായി പോകുന്നത് ദീപയായിരിക്കും. സാരല്ല, ഇത്രയും ദിവസം കൊണ്ട് ആ വീട്ടിൽ എങ്ങനെ നിക്കണെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ആ അല്ല, ഏട്ടത്തിയുടെ അമ്മയില്ലേ? ഇല്ല, കോടതിയിൽ പോയിരിക്ക. ഉടനെ വരും. ഹരിയേട്ടാ, ഇവർക്ക് സദ്യ കൊടുക്കണ്ടേ? അതുകൊള്ളാം. ആദ്യമായിട്ട് വീട്ടിൽ വരുന്നവർക്ക് പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? വരുമ്പോ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നൂടായിരുന്നോ ജയ? ഏട്ടത്തിക്കും ഏട്ടനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയിട്ട് വേറൊരു ദിവസം വിരുന്നിനായിട്ട് വരാം. അയ്യടാ, അത് വേണ്ട കേട്ടോ. ഒരു സദ്യ ഒരുക്കാൻ എനിക്ക് എത്ര സമയമൊന്നും വേണ്ട. ഞാൻ കൂടെ സഹായിക്കാം ഏട്ടത്തി. അത് വേണ്ട, ഞാൻ പാചകം ചെയ്യുന്നത് മോള് നോക്കി നിന്നാ മതി. വാ. ദീപ ഹാപ്പിയായി അല്ലേ? സാധാരണ പെൺകുട്ടികളായിരുന്നെങ്കിൽ അമ്മ പോയപ്പോ നമ്മുടെ അച്ഛനെ പോലെ ആഘോഷാണ്. ഇവിടെ അങ്ങനെ ഒരു ക്യാരക്ടറല്ല ദീപയുടേത്. അമ്മ ജയിലിലേക്ക് പോയത് നമ്മളെ പോലെ തന്നെ അവൾക്കും വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാ ഇല്ലടാ. അമ്മ ജയിലിൽ കിടക്കുന്നതിന്റെ സങ്കടം ഒരുപാടാ. എന്നാ അമ്മ പുറത്തു വന്നു കഴിഞ്ഞാ നിനക്കൊരു കുടുംബം ഉണ്ടാന്നുള്ളൊരു ചോദ്യം എന്റെ ഉള്ളിൽ കിടക്കുക. പൂജയുടെ അമ്മ പറഞ്ഞു കഴിഞ്ഞു, ഇനി കേസിന് വഴക്കിനൊന്നുമില്ലാന്ന്. അതുകൊണ്ട് അപ്പീലിന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അമ്മയെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. എന്നാ അമ്മ പുറത്തേക്ക് വരുന്നത് മക്കളെ അടക്കി പിടിക്കാനും മരുമക്കളെ അടക്കി ഭരിക്കാനും അല്ലേ? നീ അത് ഇരിക്കും. എന്ത് ചെയ്യാനാ? എല്ലാരും പറയുന്ന പോലെ മക്കൾക്കൊരു നീതി, മരുമക്കൾക്ക് മറ്റൊന്നും. അങ്ങനെ ഒരു സാഹചര്യമായിട്ട് ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളൊന്നും പൊരുത്തപ്പെട്ട് പോവില്ല ഏട്ടാ. എനിക്കറിയാം.
അത് തന്നെയാ പൂജയും അവളുടെ അമ്മയും പറയുന്നത്. ഏതായാലും ദീപയെ നീ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്. അങ്ങനെ ചെയ്താ നിന്നെ ഞാനും പൂജയൊന്നും അനുകൂലിക്കില്ല. ഇപ്പോഴും ഒരു ബോംബ് തലയ്ക്ക് മുകളിലുണ്ട്. അവൾക്ക് മുമ്പുണ്ടായ തകർച്ച അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മറികടക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, അമ്മ അറിയാതാണെങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുക കേട്ടാ. ഇനി ദൈവത്തിനല്ലാതെ ഒരു ശക്തിക്കും ഞങ്ങൾ വേർപിരിക്കാൻ പറ്റില്ല. എന്നെ ഹേമേ, രണ്ടാളും കൂടെ വലിയ സന്തോഷത്തിലാ പുറത്തേക്ക് പോയിരിക്കുന്നത്. അങ്ങോട്ടാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. മൂത്തളിയന്റെ വീട്ടിലേക്ക്. രണ്ടളിയന്മാരും തമ്മിൽ വലിയ കൂട്ടാ. അമ്മായി വന്നപ്പോ പോലും രണ്ടളിയന്മാരും തമ്മിൽ കാണാറുണ്ടായിരുന്നു. അപ്പൊ ഇല്ലാത്തപ്പോഴോ? അങ്ങനെ ഒരു സംശയം നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിലേ പിന്നെ അതേപറ്റി ചിന്തിച്ചോണ്ടിരിക്കാതെ നേരിട്ട് പോയി നോക്കണം. ആ, അതിന് തന്നെയാ പോകുന്നത്. അളിയനും അവളും അവിടെ ഉണ്ടെങ്കിൽ അവരെ കണ്ടിട്ട് നേരെ ജയിലിലേക്ക്, എന്നിട്ട് അമ്മായിയോട് വിവരം പറയണം. എനിക്ക് തോന്നുന്നില്ല ജയേട്ട അത്രയ്ക്ക് ചങ്കൂറ്റൊന്നും കാണിക്കൂന്ന്. അത് ഹേമയ്ക്ക് അളിയനെ അറിയാത്തോണ്ടാ. അളിയന്റെ ചങ്കൂറ്റം കല്യാണ ദിവസം കണ്ടതാണല്ലോ. ഗുണ്ടാവളയാട്ടമല്ലായിരുന്നു. അതിന്റെ പിന്നെ എന്താ നടന്നേന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല. അവള് പൂച്ചയെ പോലെ ഇരിക്കുന്നെങ്കിലും സാമർത്ഥ്യക്കാരിയാ. വന്നതിന്റെ അടുത്ത ദിവസം തന്നെ ചേട്ടനെ കൊണ്ട് അർദ്ധരാത്രി കറങ്ങാൻ പോയില്ലേ? ഈ കല്യാണം എങ്ങനെയാ നടന്നത്? അളിയനെ അവള് കറക്കി വീട്ടിയതാ. അമ്മായി ജാതകം ശരിയല്ല എന്ന് പറഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിച്ചത് പോലുമില്ല അളിയൻ. അതുപോലെ തന്നെ കല്യാണം നടന്ന ദിവസം ഉണ്ടല്ലോ, ആ പരിസരത്ത് മൂത്തളിയൻ ഉണ്ടായിരുന്നു എന്നുള്ളത് 3.5 തരവാ. ഇനിയിപ്പോ അനിയനും ചേട്ടനും തമ്മിൽ കൂടിക്കാഴ്ചക്ക് ഇഷ്ടം പോലെ സ്ഥലവുമുണ്ട്. ജയനളിയന്റെ ഭാര്യ വീട്ടിൽ വെച്ച് രണ്ടാൾക്കും ആഗ്രഹിക്കുന്ന തരത്തിൽ കാണുകയും ചെയ്യാം. അതിപ്പോ ജയേട്ടന്റെ ഷോറൂം ഉണ്ടല്ലോ, അവിടെ വെച്ച് കണ്ടൂടെ? അവിടെ വെച്ച് കാണുന്നുണ്ടല്ലോ. ഇനി അളിയന്റെ ഭാര്യ വീട് ഒരു ഇടത്താവളമായി എന്നാ ഞാൻ പറഞ്ഞത്. ഇന്ന് രണ്ടാളും കൂടി അയാളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവണം. പൊട്ടിത്തെറിക്കാൻ അമ്മായി ഇവിടെ ഇല്ലല്ലോ. രണ്ടളിയന്മാരും വിചാരിച്ച അമ്മായിയെ പെട്ടെന്ന് ഇറക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത കുറവാ. ജയിലിൽ കിടക്കുന്നത് അമ്മയാണെങ്കിലും അവർക്ക് അമ്മായി ജയിലിൽ കിടക്കുന്നതാ സമാധാനം. പിന്നെ പുറമേ വെറുതെ സങ്കടമൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. മരുമോൻ ഒരാൾ കഴിവുകെട്ട ആളുമായിപ്പോയി. ദേ, കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഓടി നടക്കുമ്പോഴേ എനിക്കിട്ട് തന്നെ കുത്തണം കേട്ടാ. ഏതായാലും ഞാൻ പോയിട്ട് വരാം. ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോ കെട്ടിയവനും കെട്ടിയോളും കൂടെ സദ്യ കഴിക്കുകയായിരിക്കും. അതേ, രണ്ടാളും ഒന്ന് ഇങ്ങോട്ട് വന്നേ. മോളും ഇരിക്കേ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം അടുത്തി. നിങ്ങൾക്ക് വിളമ്പി തന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കാം. നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആണല്ലോ. ഞങ്ങള് ഗസ്റ്റുകളൊന്നുമല്ല, വീട്ടുകാർ തന്നെയാണ് കേട്ടോ. വീട്ടുകാർക്ക് എന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. ആരുടെയെങ്കിലും കണ്ണ് തെറ്റണ്ടേ ഇങ്ങോട്ട് വരാൻ? അമ്മയായിരിക്കോ? അമ്മ ഈ സമയത്ത് കോടതിയിൽ നിന്ന് വരാനുള്ള സാധ്യതയില്ല. അതെ, നിങ്ങളൊന്ന് മാറി നിന്നേക്ക്, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. പറയാൻ പറ്റില്ല ചതി ഏത് വഴി വരുമെന്ന്. നീ വാ, എനിക്ക് അളിയ, നീ എന്താ ജനൽ കൂടി ഒളിഞ്ഞു നോക്കിയത്? അയാൾക്ക് ഒളിഞ്ഞു നോട്ടം അല്ലെങ്കിലും കുറച്ച് കൂടുതലാണല്ലോ. എന്റെ അളിയ, അമ്മായി വീണ്ടും ജയിലിലേക്ക് പോയി. അപ്പൊ എന്തോ മനസ്സിനകത്തൊരു വിമ്മിഷ്ടം. അളിയനെ ഏട്ടത്തി ഒന്ന് കാണണമെന്ന്. ഇപ്പൊ കണ്ടല്ലോ, എന്നാ വന്നതുപോലെ പോവാൻ നോക്ക്.
അതെന്ത് പോക്കാളിയാ. വന്ന സ്ഥിതിക്ക് ഇത്തിരി നേരം അകത്തിരുന്ന് സംസാരിച്ചിട്ടൊക്കെ പോകുന്നതിന് നല്ലത്. പിന്നെ ഉച്ചയുണ്ട സമയമായതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് കൈ നനച്ചേക്കാം. അങ്ങനെ ഇവിടെ ആരും കൈ നനയ്ക്കണമെന്ന് ഒരു നിർബന്ധവും. പെട്ടെന്ന് പോവാൻ നോക്ക്. അളിയ, അളിയൻ എന്റെ മൂത്ത അളിയനാണ്. അളിയന്റെ വീട്ടിലെ ഒരേ ഒരു മരുമോനല്ലേ ഞാൻ. അമ്മയ്ക്കൊപ്പം നിന്നിട്ട് നീ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇവക്കൊപ്പം ജീവിക്കുന്ന ഒരു അളിയൻ നിനക്ക് വേണ്ടാന്ന് നീ പലതവണ പറഞ്ഞു. എന്റെ മുഖത്ത് നോക്കിയും അല്ലാതെ. ജയന്റെ കല്യാണം നടന്നിട്ട് അതിന് പോലും ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇതുവരെ അവന്റെ പെണ്ണിനെ ഒന്ന് കാണാനും പറ്റിയിട്ടില്ല. സത്യം പറയളിയാ, അന്ന് കല്യാണം നടക്കുമ്പോ അളിയൻ ആ പരിസരത്തുണ്ടായിരുന്നില്ലേ? പിന്നെ ആ പരിസരം മുഴുവൻ അന്നേ ദിവസം ഞാൻ വിലക്ക് വാങ്ങിച്ചേക്കായിരുന്നു. നീ എന്നെ പാടുനോക്കി പോടാ. എന്നെ പറഞ്ഞുവിടാൻ എന്താ എത്ര ധൃതി? വീട്ടിൽ കയറ്റം കൊള്ളില്ല, അതുകൊണ്ട് തന്നെ. അമ്മായി നിങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞപ്പോ ഞാൻ എന്റെ നിലനിൽപ്പിന് വേണ്ടി അമ്മായിക്കൊപ്പം നിന്നു. എങ്കിലും ഉള്ളിൽ സ്നേഹമില്ലാന്ന് കരുതണ്ട. നീ സ്നേഹിച്ചോ, പക്ഷേ നിന്നോട് ഞങ്ങൾക്ക് സ്നേഹമില്ല. കല്യാണം കഴിഞ്ഞിട്ടും ഭാര്യ വീട്ടിൽ കെട്ടിക്കേറി കിടക്കുന്ന ആണത്തമില്ലാത്ത ഒരുത്തനാണ് നീ. അത് നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറയും. അതിന്റെ പേരിൽ നീ ഹേമയെ വിട്ടുകളഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. നിന്നെ പോലെ ഒരുത്തൻ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെ. ഓ, ഇയാള് പിന്നെ സ്വന്തം വീട്ടിൽ കിടക്കുവാണ്. എന്താ ഞങ്ങള് തമ്മിൽ ബന്ധം പിരിയുന്നതാ അളിയന് ഇഷ്ടം അല്ലേ? ബന്ധം പിരിഞ്ഞാലും ഒരു കുഴപ്പം സംഭവിക്കില്ലെന്നാ ഹരിയേട്ടൻ പറഞ്ഞത്. എന്റെ ഹേമയെന്ന് വെച്ചാ എനിക്ക് ജീവനാ. അതൊക്കെ ഞാൻ അവിടെ ഉള്ളപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വന്തം ഭാര്യ കൂടെ ഉള്ളപ്പോ വായ്നോട്ടത്തിനൊന്നും കുറവൊന്നുമില്ല. നിന്ന് വളരാതെ പോടാ. ശരി ശരി. നിന്ന് താളം ചവിട്ടാതെ പോടാ. അമ്മയെ കളഞ്ഞിട്ടേ അച്ചി വീട്ടി വന്ന് അടയിരിക്കുന്ന നട്ടലില്ലാത്ത ഒരു അളിയൻ. ഇങ്ങനെ രണ്ടും കെട്ട് ജീവിക്കാതെ പോയി ചത്തൂടോ തനിക്ക്. ഇവനെ ഞാനൊന്ന് അവൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോട്ടെ. ജയലാലിന്റെയും ദീപയും കണ്ടില്ലല്ലോ, പെട്ടെന്ന് വാ. എന്നാലും എന്നെ ഒരകത്തോട്ട് കേറ്റാത്തത് എന്തായിരിക്കും? അളിയനോട് ഇവിടെ തന്നെ കാണും. പിടിച്ചോളാം എന്നോട് കളി. ആ വായി നോക്കി പ്രേമം നമുക്കൊപ്പം നിൽക്കുന്ന ഒരുത്തനായിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായിട്ട് പോയേനെ. നമ്മുടെ അച്ഛൻ ഉൾപ്പെടെ വീട്ടിനകത്തുള്ള ആണുങ്ങളൊക്കെ സാഹചര്യം മനസ്സിലാക്കി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാ. എന്നാൽ ഇവൻ മാത്രം വഴിപിഴച്ചു പോയല്ലോ. അതെ, ശരിക്കും ഞാൻ ഭയന്നു പോയി. ദീപയുടെ ഈ ഭയം ഉണ്ടല്ലോ, അത് ഇത്തിരി കൂടുതലാ. അവിടെ അമ്മയ്ക്കൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിലേ അമ്മ ജയിലിൽ നിന്ന് വരുന്നതിന് മുൻപ് കുറച്ച് ധൈര്യം സംഭരിച്ചേ പറ്റൂ. എന്താ ചെയ്യാ അത് കുറച്ച് ദീപയ്ക്ക് കൊടുക്കാത്തത്? എത്ര കൊടുത്തിട്ട് കാര്യമില്ല. ഇയാള് ഭയത്തെ ഹോൾസെയിലായിട്ട് എടുത്തിരിക്കുക. ഇപ്പൊ അവനെങ്ങാനും നിങ്ങളെ കണ്ടായിരുന്നെങ്കിൽ ചൂടാറുന്നതിന് മുമ്പ് അത് അമ്മയുടെ അടുത്ത് എത്തിച്ചേനെ. എത്തിച്ചു കഴിഞ്ഞാ ജയിലിൽ പൊളിച്ചു വന്ന് അമ്മയ്ക്ക് ഇവരെ എന്തേലും ചെയ്യാൻ പറ്റുമോ? എങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുന്നതുവരെ അതങ്ങനെ മനസ്സിൽ തന്നെ കിടക്കും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലോ അമ്മയെ വിളിക്കാൻ ചെല്ലുന്ന ഇവന്റെ കരണത്ത് ആദ്യം അടിക്കും. അതിനുശേഷം ദീപ എന്ത് ചെയ്യുമെന്ന് അമ്മയ്ക്ക് അറിയാൻ വഴിയുള്ളൂ. അതിലും വലിയ ബോംബല്ലേ അമ്മേ ഇപ്പൊ പോയ പ്രേമനൊക്കെ അറിയാതിരിക്കുന്നത്. ദീപയ്ക്കുണ്ടായ അത്യാഹിതം അറിഞ്ഞിട്ട് ദീപയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വന്ന ദീപ സ്വന്തം വീട്ടിലോട്ട് പോണ്ടാട്ടോ, നേരെ ഇങ്ങോട്ട് വന്നേക്കണം. അത് കൊള്ളാം. വിലക്കപ്പെട്ടവരുടെ അടുത്തേക്ക് വന്നാലേ അമ്മയുടെ കണ്ണിൽ അത് അതിലും വലിയ തെറ്റായിരിക്കും. വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാ പിന്നെ അമ്മയുടെ തെറ്റും ശരിയും നോക്കേണ്ട കാര്യമുണ്ടോ ജയ? അത് ശരിയാ. എങ്കിലും ഏട്ടനും ഏട്ടത്തേമ്മയും കൂടെ അമ്മയെ ഒരു അവസരം വന്നപ്പോ തോൽപ്പിക്കുന്നൊരു തോന്നലുണ്ടാവും. അതൊക്കെ അവിടെ നിക്കട്ടെ. എങ്ങനെയുണ്ട് ദീപ കറികളൊക്കെ? നന്നായിട്ടുണ്ട്. ദീപയുടെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ പറയൂ. അപ്പൊ മോശമാണോ? ചേട്ടത്തി അത്യാവശ്യം നന്നായിട്ട് പാചകമൊക്കെ ചെയ്യുമല്ലോ, പിന്നെന്താ ചോദിക്കാൻ. ഇന്ന് ദീപ വന്നതുകൊണ്ട് എല്ലാം കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. ആരെന്ത് പാചകം ചെയ്താലും ശരി, അച്ഛന്റെ പാചകത്തെ വെല്ലാൻ നിങ്ങൾ പെണ്ണുങ്ങൾക്കൊന്നും പറ്റില്ല. അത് ശരിയാ. അച്ഛൻ മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു വന്നതിന് ശേഷം
ഞങ്ങൾ മക്കളെല്ലാം ദേ ഇതുപോലെയാ ആസ്വദിച്ചിരുന്ന ആഹാരം കഴിക്കുന്നത്. ഞങ്ങൾ കറികളൊക്കെ നന്നായെന്ന് പറയുമ്പോ അച്ഛന് ഭയങ്കര സന്തോഷമാണ്. എങ്കിലും എനിക്ക് ഇവനൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കുത്തലുണ്ട്. അച്ഛൻ വീട്ടിലെ പാചകക്കാരനായും ഒരു ജോലിക്കാരനായും ഒതുങ്ങിപ്പോയതിൽ. അത് അച്ഛന്റെ കഴിവുകേട് അല്ലേ ദീപേ? എന്ത് കഴിവുകേടെന്നാ ഏട്ടത്തി പറയുന്നേ? അച്ഛനൊന്ന് ബോൾഡായാൽ അവിടെ തീരും അവര് തമ്മിലുള്ള ഒന്നിച്ചുള്ള ജീവിതം. പിന്നെ ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പോലുള്ള അനുവാദം ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒരു മക്കൾക്കും ഇതുപോലൊരു അച്ഛനെ കിട്ടൂല. സ്വന്തം സുഖവും സന്തോഷവും വേണ്ടാന്ന് വെച്ചിട്ട് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് അച്ഛനെ വിട്ടുകളയാൻ പറ്റത്തില്ല, അല്ലേടാ? ഇപ്പൊ കാരണം ഒരു 4 കാലില്ല. അമ്മ ജയിലിൽ പോയതിന്റെ ആഘോഷം ഇതുവരെ തീർന്നിട്ടില്ല. ദീപയെ കൊണ്ടൊന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാൻ അച്ഛനാ എന്നോട് പറഞ്ഞത്. അമ്മ പോയപ്പോഴുള്ള അച്ഛന്റെ മാറ്റം കണ്ട് സത്യം പറഞ്ഞ ഞാൻ അന്തം വിട്ടുപോയി. അത്രയ്ക്ക് വീർപ്പ് മുട്ടിയാണ് അച്ഛൻ അമ്മയ്ക്കൊപ്പം കഴിയുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൽ ഇതുപോലൊരു അച്ഛൻ കാണില്ലെന്ന് ഞങ്ങൾ പറയുന്നത്. അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. നിങ്ങൾ അവരെ കണ്ടോന്ന് പറ. പോയിട്ട് ദുരൂഹതയായിട്ട് വന്നിരിക്കുന്നു. എന്റെ ഹേമേ, മൊത്തത്തിൽ അവരെന്നെ അങ്ങോട്ട് കേറ്റിയിട്ടില്ല. അത് പിന്നെ കേട്ടില്ലല്ലോ. അവൾ അതുപോലൊരു സാധനമല്ലേ. അവളേക്കാൾ എന്നോട് ദേഷ്യം അവളുടെ കെട്ടിയോനാ, ഹേമയുടെ മൂത്ത ആങ്ങളയ്ക്ക്. അവരുടെ കാറോ മറ്റോ അവിടെ ഉണ്ടായിരുന്നോ? ആ, അവിടെ ഒന്നും ഞാൻ കണ്ടില്ല. ഇനി ദൂരെ എങ്ങാണ് കൊണ്ടിട്ടിട്ട് അവര് നടന്നു കയറിയതാണെന്ന് പറയാൻ പറ്റത്തില്ല. പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കാത്തെന്താ? അളിയനല്ലേ ആള്, ചിലപ്പോ ടാക്സി പിടിച്ചു പോയോന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അവരുടെ ചെരുപ്പ് പുറത്തുണ്ടോ നോക്കാത്തെന്താ? അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി. ആ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഓ, ഒരു മണ്ട ശിരോമണിയെ ഞാൻ കെട്ടിയിരിക്കുന്നെ. അല്ലെ പിന്നെ കളക്ടറെ കിട്ടും. എന്താ എന്താ പറഞ്ഞേ? അല്ല, എല്ലാം ചെയ്തിട്ട് വന്നിട്ട് ഞാനിതൊക്കെയാണല്ലോ കേൾക്കേണ്ടി വരുന്നതെന്ന് പറയുമായിരുന്നു. ആ, അവരെത്തി. ആ, അപ്പൊ സംശയിക്കണം. എനിക്ക് പിന്നാലെ പാഞ്ഞു വന്നതാ നമ്മൾ സംശയിക്കാതിരിക്കാൻ. എവിടെ പോയിട്ട് വരോ രണ്ടാളും? അത് നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഓ, അമ്മ ഉണ്ടായിരുന്നപ്പോ എന്തൊരു ഭവ്യതയായിരുന്നു രണ്ടാൾക്കും. ഇവളെയും കൊണ്ട് മുറ്റത്തേക്ക് പോലും ഇറങ്ങില്ലായിരുന്നു. അപ്പൊ അമ്മ പോയപ്പോഴെങ്കിലും ദീപയ്ക്കൊന്ന് പുറത്തിറങ്ങണ്ടേ? നിങ്ങൾക്ക് രണ്ടിനും മാത്രം എല്ലായിടത്തും ചുറ്റിയടിച്ച് നടന്നാ മതിയോ? സത്യം പറയളിയാ, അളിയൻ മൂത്തളിയന്റെ വീട്ടിലേക്കല്ലേ പോയത്? ഞങ്ങളോ? ആ, ദീപേ, സത്യം പറ, ഹരിയേട്ടന്റെ വീട്ടിലേക്കല്ലേ നിങ്ങൾ പോയത്? അവിടെയല്ലല്ലോ നമ്മൾ പോയത്. പിന്നത് പറഞ്ഞാലെന്താ? കണ്ടോ കണ്ടോ, ഭർത്താവ് ഭാര്യയെ കൊണ്ട് പറയിക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ എവിടെയാ പോയത്? ഞങ്ങൾ എല്ലായിടത്തും പോയി. പാർക്കിലും ബീച്ചിലും സിനിമയ്ക്കും ഒക്കെ പോയി. പുറത്തുനിന്ന് ഫുഡും കഴിച്ചു. എന്താ, അതൊന്നും പാടില്ലേ? അളിയന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, പിന്നെ കറങ്ങി നടന്നാ എന്താ? അളിയനെ കറക്കി വീഴ്ത്തിയ ആളല്ലേ, അപ്പൊ കല്യാണത്തിന് ശേഷവും കറങ്ങണം. അമ്മ വരുന്നവരെ ഉണ്ടാവുള്ളൂ ഈ ചുറ്റിത്തിരയിലൊക്കെ. ആണേ, അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഞങ്ങൾ ജീവിതം ഒന്ന് എൻജോയ് ചെയ്യട്ടെ. വാ ദീപേ. നിങ്ങൾ ഇങ്ങനെ മിഴിച്ചു നോക്കിക്കൊണ്ട് നിന്നോ? അവര് ബീച്ചിലും സിനിമയ്ക്കൊക്കെ പോയി പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾ ഭാര്യ വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ച് ഇതിനകത്ത് ടിവിയും കണ്ടിരുന്നോ? എടി, കുട്ടി ക്രിക്കറ്റിന്റെ ലോകകപ്പ് നടക്കുക 2020. അപ്പൊ അത് കാണാതെ ആരെങ്കിലും പുറത്ത് ചുറ്റിക്കറങ്ങി നടക്കൂ? ക്രിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ലോകകപ്പ് ഫുട്ബോൾ വരുമല്ലോ. അപ്പൊ പിന്നെ ടിവിയുടെ മുന്നിൽ തന്നെ ചമ്മണം മടഞ്ഞങ്ങിരുന്നോ? ദേഹാനങ്ങത 3 നേരം വെട്ടി വിഴുങ്ങാൻ വേണ്ടത് ഇവിടെ ഉണ്ടല്ലോ.
പിന്നെ കളി കണ്ടാൽ എന്താ കുഴപ്പം? ഇനി ഞാനിവിടെ നിന്നാണ്ടല്ലോ ഒന്നും രണ്ടും പറഞ്ഞ് നമ്മൾ വഴക്കാവും. അതുകൊണ്ടേ ഞാനങ്ങ് പോയേക്കാം. അയ്യോ പട്ടാളം. നീ ജയലാലിന്റെ ദീപയുടെയും പിന്നാലെ പോയിട്ട് ഹരിയുടെ വീട്ടിൽ നിന്ന് അവരെ പിടിക്കാൻ പറ്റില്ല അല്ലേടാ? അത് പിന്നെ ഞാന് നീ എന്തിനാടാ കഴുതേ അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അമ്മ അവന്റെ മോളിപ്പൊ കുറച്ച് കൊച്ചാക്കിയതേ ഉള്ളൂ. ഇനി അമ്മ അവനോടെ തുടങ്ങല്ലേ. നിങ്ങൾക്കൊക്കെ പന്ത് കെട്ടി കളിക്കാനാണെങ്കിലേ ഞാൻ ഒരു പന്ത് വാങ്ങിച്ചു തരാം. എന്നെ ഒന്ന് വെറുതെ വിടണം പ്ലീസ്. ദരിദ്രവാസി. എടി മോളെ, അയലത്തുകാരും നാട്ടുകാരും ഒക്കെ ചോദിക്കുക കല്യാണം കഴിഞ്ഞ പെങ്കൊച്ചെന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്.